ശ്രീ ജലീൽ പുനലൂർ, 3 ചോദ്യങ്ങളാണ്. ഒന്ന്, 2018 സർക്കാർ സ്വീകരിച്ച ആ നിലപാടിൽ അയ്യപ്പ ഭക്തരോടടക്കം മാപ്പു പറയാൻ തയ്യാറാകുമോ എന്നുള്ളത്. അതുമാത്രമല്ല, അന്ന് പോലീസ് നായാട്ട് നടത്തിയ ആ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾക്കെതിരെ അത് പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുമോ എന്നുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ഇപ്പോൾ അയ്യപ്പനെ വച്ചുകൊണ്ട് നടത്തിയ ഈ സംഗമം പോലെ ഇതര മതസ്ഥരുടെ ആരാധനാമൂർത്തികളുടെ പേരിലും ഇത്തരത്തിലുള്ള സംഗമങ്ങൾ തുടർന്ന് നടത്താൻ ഈ സർക്കാർ ഒരുക്കമാണോ എന്നുള്ളത്. ഈ 3 ചോദ്യങ്ങൾ. അയ്യപ്പനെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ ശ്രമിച്ച BJPക്കെതിരായിട്ട് കേരളീയ പൊതുസമൂഹം വിധി എഴുതിയത് 2021. 2018 ഈ BJP പ്രതിനിധി ഇപ്പോൾ ഇവിടെ അട്ടഹസിക്കുന്നത് പോലെ അയ്യപ്പന്റെ പേരും അതുപോലെ തന്നെ നാമജപ യാത്ര നടത്തിയ സഹോദര സഹോദരിമാരുടെ പേരും ഒക്കെ ഉച്ചരിച്ചുകൊണ്ട് വലിയ വിപ്ലവം തന്നെ ഇവിടെ സൃഷ്ടിച്ചു. എന്തായിരുന്നു ഫലം? ഈ നാട്ടിലെ യഥാർത്ഥ അയ്യപ്പ വിശ്വാസി, യഥാർത്ഥ ഹിന്ദു വിശ്വാസികൾ അല്ല പറയട്ടെ, അതേ കേട്ടോണ്ടിരുന്നില്ലേ? ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ? അതെ, പക്ഷെ കനൽ ഒരു തരി മതി എന്നുള്ള ന്യായീകരണമായി അങ്ങ് രംഗത്തെത്തിയല്ലോ. ഈ ശബരിമല നിൽക്കുന്ന പത്തനംതിട്ടയിലടക്കം BJPയുടെ K. സുരേന്ദ്രന് എത്ര വോട്ടാ കിട്ടിയെന്ന് CPM എന്ത് നേട്ടം കൈവരിച്ചു? BJP വിരുദ്ധരാണ്. BJP താമരയുടെ അക്കൗണ്ട് പൂട്ടിയ കേരളമാണിത്. ഈ ശബരിമല വിഷയത്തിന് ശേഷം എത്ര കാപട്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? സുപ്രീം കോടതി കുറച്ച് സംഖ്യകളെ പോലും കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സാധിക്കാത്ത നിങ്ങളാണോ ഇവിടുത്തെ CPM-കാരെയും വരുന്നത്? എത്ര ഡൽഹി മലയാളി കാര്യങ്ങൾ ഡൽഹി മലയാളി പറഞ്ഞത് കേരളത്തിലെ അയ്യപ്പ സംഘടനകളുടെ ഭാരവാഹികളെ BJPക്ക് സാധിച്ചില്ല. സമീപനം തിരുത്തണം. നാടാണ് ഇത്. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീ ജലീൽ, അയ്യപ്പന്റെ നാടാണ് എങ്കിൽ സർക്കാർ 2018 നടന്ന സംഭവങ്ങൾക്ക് യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളോട് മാപ്പ് പറയാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരൊറ്റ അയ്യപ്പ ഭക്തനെതിരെയും സർക്കാർ കേസെടുത്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അക്രമം കാണിച്ചാൽ കേസെടുക്കും, RSSകാരൻ അക്രമം കാണിച്ചാൽ കേസെടുക്കും, SDPI-ക്കാരൻ അക്രമം കാണിച്ചാൽ കേസെടുക്കും. അത് CPM-കാരനെതിരെയും ഉണ്ടാകും. അത് രാജ്യത്തിൽ നിലനിൽക്കുന്ന ഒരു നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. 7 കൊല്ലമായല്ലോ ഈ കേസ് ഉണ്ടെങ്കിൽ കേസ് വിചാരണ BJP-യുടെ വക്കീലന്മാരില്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിജയകുമാറിലേക്ക് കൂടി പോകേണ്ടതുള്ളത് കൊണ്ടാണ് അവസാനമായി, ഇനി സമയക്കുറവുണ്ട്. ശ്രീ വിജയകുമാർ, ഒരു അയ്യപ്പ ഭക്തനെതിരെയും കേസെടുത്തിട്ടില്ല എന്നുള്ള ന്യായീകരണമാണ് ഇപ്പോൾ നൽകുന്നത്. അതായത് അവർ മാപ്പ് പറയാൻ തയ്യാറല്ല, നിലപാട് മാറ്റാൻ തയ്യാറല്ല എന്നുള്ളതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഞാനൊരു രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൂടാണ്ട് ഞാൻ പറയാൻ പോകുന്നത്, സനാതന ധർമ്മത്തിൽ തൊട്ട് കളിച്ചവരെ ഇപ്പോൾ ഇരിക്കുന്ന ഏതൊരു ഭരണ സംഘടനയാണെങ്കിലും അവർ തന്നെ ആലോചിക്കുക. ഇതിനു മുമ്പ് ശബരിമല തൊട്ട് കളിച്ചവർ എത്ര പേര് നിങ്ങളിലുണ്ട്, എത്ര പേര് ബാക്കിയുള്ള അവർക്ക് എവിടെയാണ്, അവരുടെ സ്ഥിതി എന്താണ്? ശരണം, സ്വാമിയെ തൊട്ട് കളിക്കുന്നവർക്കുള്ള ആ ഒരു എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഞങ്ങൾ ഞങ്ങൾ സനാതന ധർമ്മത്തിൽ തൊട്ട് കളിക്കുന്നവരെല്ലാം അത് താഴേക്ക് പോയിട്ടുള്ളൂ. ശബരിമലയിൽ തൊട്ട് കളിക്കുന്നവരെല്ലാവർക്കും അങ്ങനെ തന്നെ സംഭവിച്ചേക്കുന്നത്. ഞങ്ങളെ ഭക്തരെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ ഒരു രീതിയിലും ഞങ്ങൾ അനുവദിക്കില്ല. അതിനി ഒരു സംഘടനക്കും ഏത് ഇതായാലും ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളൊരു പറയുകയാണ്.
അതെ, അതാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു മറുപടി ഉണ്ടായിരിക്കുന്നതും. അയ്യനെ തൊട്ട് കളിച്ചാൽ, അയ്യന്റെ ഭക്തരെ തൊട്ട് കളിച്ചാൽ തങ്ങൾ അടങ്ങിയിരിക്കില്ല എന്നുള്ള സന്ദേശം തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സർക്കാർ സ്പോൺസേഡ് അയ്യപ്പ ഭക്ത സംഗമത്തിലെ ഒഴിഞ്ഞ കസേരകളിൽ കണ്ടതും. അതനുസരിച്ച് ഡൽഹിയിൽ സംഘടിപ്പിച്ച യഥാർത്ഥ അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഒഴുകി വന്ന ആയിരങ്ങളെ കണ്ടതും. നാളെ പന്തളത്ത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ ഭക്ത സംഗമം നടക്കുന്നുണ്ട്. അതിലേക്ക് 10,000 തന്നെ ഒഴുകിയെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.